നമസ്കാരം. തൃശ്ശൂരിലാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ വൈഫ് ഹൗസിലിരുന്നപ്പോൾ പെട്ടെന്നൊരു മഴ വന്നു. പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു മഴയാത്ര നടത്താൻ നിർത്തിയിട്ട് കാർ എടുത്തിട്ട് ഇറങ്ങിയതാണ്, ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ ഇവിടെ ഒരു 2 കിലോമീറ്ററിനപ്പുറം വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര വെയിൽ. മഴക്കാരുണ്ട്, പക്ഷെ മഴയില്ല. തൃശ്ശൂരാണ് ജില്ലയെങ്കിലും ആ ഒരു പാലക്കാട് പോലെയുള്ളൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതിപ്പോൾ തൃശ്ശൂർ ചേറൂർ ഭാഗത്തു നിന്നും മണ്ണുത്തിക്ക് പോണ ഒരു ഷോർട്ട് കട്ട് വഴിയാണത്. പക്ഷെ ഇവിടെ ഇത് കണ്ടോ, ശരിക്കും ഒരു പാലക്കാടിൻ്റെ ഒരു ഫീലാണ്. അതിൽ മലയൊക്കെ കാണാം, ചെറിയൊരു മലയൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്, ക്യാമറ ഉള്ളതുകൊണ്ട് ഞാനെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് പകർത്തുന്നത്. എന്തായാലും ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകിട്ടും രാവിലെയൊക്കെ ആൾക്കാർ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനൊക്കെ വന്ന ഒരു ഏരിയയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. പ്രത്യേകിച്ച് മണ്ണുത്തിയുടെയൊക്കെ അടുത്താകുമ്പോൾ ആ ഒരു പാലക്കാടൻ ഫീൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വഴിയുടെ സൈഡൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നതാണ്. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ ടൗണിന് പരിസരത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകാൻ പറ്റിയൊരു ഏരിയയാണ്. ജസ്റ്റ് നടക്കാം, കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നടക്കാം. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. മഴയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇപ്പോൾ അത്രയ്ക്ക് മഴ തുടങ്ങിയിട്ടില്ല. മഴയൊക്കെ തുടങ്ങുമ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും പച്ചപ്പാവും. ഇപ്പോൾ ഇവിടെയൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഇതായിട്ട് കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവേ ഈ പാലക്കാട് ഏരിയയൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഇനിയിപ്പോൾ ഏതായാലും വൈഫ് ഹൗസിൽ വരുമ്പോൾ പാലക്കാട് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തോട്ട് ഇങ്ങോട്ട് വരാമല്ലോ. ഏതായാലും സംഭവം കൊള്ളാം. അപ്പോൾ അധികം വൈകണില്ല. ഞാനപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ കാഴ്ച എല്ലാവരും നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വീഡിയോ എടുത്തത്. അപ്പോൾ ഏതായാലും ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ മൂടിക്കെട്ട് നിൽക്കണമെങ്കിലും മഴ പെയ്യാനുള്ളൊരു ചാൻസ് കുറവാണ്. മഴ വന്നിട്ടുണ്ടെങ്കിൽ ഏതായാലും ഇവിടെ വന്നിട്ട് മഴ ഒന്ന് ഞാൻ ആസ്വദിക്കണം. എന്തായാലും പോയേക്കാം, തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം.